പല കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ നടക്കാതെ വന്നിട്ട് അതിൽ നിന്നുള്ള സ്ട്രെസ് അനുഭവിക്കുന്നത് പോലെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒരുവിധപ്പെട്ട എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അർജന്റിനും ഇമ്പോർട്ടന്റിനും ഇടയിലുള്ള ഒരു ബാലൻസിങ് ആണ്. ആളുകൾക്കും സംഭവിക്കാറുള്ളത് അവരുടെ കാര്യത്തിൽ അർജന്റ് മാറ്റേഴ്സ് ഡീൽ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം മിസ്സാവുന്ന ഒരു അവസ്ഥ വരും. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനെ 4 കോളങ്ങളിലാക്കിയിട്ട് മാറ്റാം. ഒന്ന്, ഏറ്റവും അർജന്റ്, ഹൈ ഇൻ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വെക്കാം. അപ്പോൾ ഒരു കോളത്തിൽ ഒരു ഭാഗം ഏറ്റവും അർജന്റ് ആണ്, ഒരു ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലി അർജന്റ് ഉള്ളത് നമ്മൾ ഒരു കോളത്തിൽ സെറ്റാക്കി വെക്കുന്നത്. ഹൈലി ഇമ്പോർട്ടൻ്റ് ബട്ട് നോട്ട് അർജന്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത് കളി 2ൽ നമ്മൾ സെറ്റാക്കി വെക്കുന്നത്. മൂന്നാമത് അർജന്റ് ആണ് പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ മൂന്നാമത്തെ കളിയിൽ സെറ്റാക്കി വെക്കുന്നത്. നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് 4ാമത്തെ കോളത്തിൽ നമ്മൾ സെറ്റാക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം 4 കോളങ്ങളിലാക്കിയിട്ട് നമുക്കിങ്ങനെ തരംതിരിക്കാം. നമ്മുടെ ബിസിനസ് രംഗത്തോ പേഴ്സണൽ രംഗത്തോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ 4 കോളത്തിൽ നമ്മളൊന്ന് തരംതിരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇരുന്നിട്ട് ഇതൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ഒരു നോട്ട്, നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു നോട്ടും പേനയും വേണം. അതിലൊന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഒരിടെ നിങ്ങളത് എങ്ങനെയാണ് എന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡേൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും. എങ്ങനെ ഞാൻ പോകണം എന്നുള്ള, ഈ ദിവസം എൻ്റെത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഭാഗം നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ. അർജന്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ലേണിംഗ്, നമുക്കൊരു സ്കില്ല് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്ലാൻ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് ഞാൻ എങ്ങനെ എത്തിക്കും എന്നുള്ളത് നമ്മളിരുന്ന് പ്ലാൻ ചെയ്യണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മളിപ്പോൾ നാളെ ചെയ്യേണ്ട കാര്യമായിരിക്കില്ല, പക്ഷേ ഇതെല്ലാം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റണം. നമ്മളെ ഗ്രോത്തിന്, നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതൊരു പക്ഷേ ഇന്നോ നാളെ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കില്ല. അടുത്ത വർഷത്തിൽ നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ എങ്ങനെ എത്തും എന്നുള്ള കാര്യങ്ങൾ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അർജൻ്റ് അല്ല. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ചെയ്യുക. 3ാമത്തെ കോളത്തിൽ നമ്മൾ ചെയ്യുന്നത് അർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ വരുന്നതാണ് ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട. അവരുടെ കോൾ വരുന്നു, ഇവരുടെ കോൾ വരുന്നു, മറ്റാളുകളുടെ അടുത്ത്, നമ്മൾ ആവശ്യമില്ലാത്ത ആളുകളുടെ അടുത്ത് സംസാരിക്കേണ്ട അവസ്ഥ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർജന്റ് ആയിരിക്കും, പക്ഷെ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും എന്ന് തോന്നും. എന്തുകൊണ്ടാണ് നമുക്ക് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റിൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നേടിയെടുക്കേണ്ടത് ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കില്ലാണ്. ഡെലിഗേഷൻ എന്ന സ്കില്ല് നേടിയെടുക്കുന്നതിലൂടെ മാത്രമാണ് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള പല കാര്യത്തിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പല കാര്യങ്ങളും ഉണ്ടാവും, നമുക്ക് നോട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് അർജൻറ്റും അല്ലാത്ത പല കാര്യങ്ങളും. പക്ഷേ എന്നാലും നമ്മൾ അതിൽ പോയിട്ട് വീഴുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ പല ഫോൺ കോൾ ഉണ്ടാവും, അർജൻറ്റും ഉണ്ടാവില്ല, ഒരു ഇമ്പോർട്ടൻറ്റും അല്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പല റീൽസ് കാര്യങ്ങൾ അനാവശ്യമായിട്ട് കണ്ടിരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന കാര്യങ്ങളും ഇത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ അനാവശ്യമായിട്ട് വന്നിരുന്ന് സംസാരിക്കുക, അനാവശ്യ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുക, ഇതെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ വേണം. എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു പരിധി വേണം. എല്ലാം അനാവശ്യമായിട്ട് ഇങ്ങനെ റീൽസ് കണ്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾക്ക് കൂടുതൽ സ്ട്രെസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ പേഴ്സണലായിട്ട് ഒരു ഗ്രോത്തും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പല ആളുകളുടെ ഇടയിലും രണ്ടാമത് പറഞ്ഞിട്ടുണ്ടല്ലോ, നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ, അത് കാലിയാണ്. കാരണം പല ആളുകൾക്കും അവരുടെ ലൈഫ് എങ്ങനെ പോകണം കാര്യങ്ങൾക്കൊന്നും പ്ലാനിങ് ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. നമ്മുടെ ലൈഫിനെ നമ്മൾ നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അത് അർജൻ്റ് അല്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ കോളം 2ൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കോളം 3 നിറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അർജൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത്
കൊണ്ട് തന്നെ ആ കോളത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പല കാര്യങ്ങളിലേക്കും നമുക്ക് സമയം ചെലവഴിക്കാനും കിട്ടുന്നത്. നമ്മുടെ മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് നിറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലും ബിസിനസ്സിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യുക, നിങ്ങൾ കോളം 2 അർജൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. ആ കോളം 2-ൽ നമ്മൾക്ക് മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആയിരിക്കണം എന്നുള്ളത്, നമ്മൾ എവിടെ ഇന്ന സമയത്ത് ഞാൻ എന്താവണം, എവിടെ എത്തണം എന്നുള്ളത് ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് കോളം 2 നമ്മൾ സെറ്റാക്കി എടുക്കണം. ഒരു 90 ഡേയ്സ് എൻ്റെത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ആ 2 ഉണ്ടല്ലോ കോളം 2 നിങ്ങൾ സെറ്റാക്കി വെക്കുക. അത് നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ മിറാക്കിൾ സംഭവിക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, അടുത്ത 30-ാം തീയതി നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറി നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കലണ്ടർ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം അന്ന് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അത്രയും നിങ്ങളുടെ പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കോളത്തിൽ കാര്യങ്ങൾ കുറഞ്ഞു വരും. ഈ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിരാശ ഉണ്ടാവില്ല. എൻ്റെ സമയം വേസ്റ്റ് ആയിപ്പോയല്ലോ എന്നുള്ള തോന്നൽ വരില്ല. പല കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടും. നല്ല ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നാളത്തെ കാര്യം ഇന്ന് പ്ലാൻ ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ മാറ്റുക. നിങ്ങൾ നല്ല ഉയരങ്ങളിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 90 ഡേയ്സുള്ള പ്ലാനിങ് നിങ്ങൾ സെറ്റാക്കുക. ഡിസിഷൻസ് എടുത്ത് പഠിക്കുക. ഒരു കാര്യം ചെയ്യണം എന്ന് അടുത്ത 20-ാം തീയതി എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം പോയിട്ട് ആ 20-ാം തീയതി അതുവരെ എന്താവും എന്നുള്ളത് നോക്കട്ടെ എന്നുള്ള തീരുമാനം എടുക്കുക എന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക. ഇന്ന് തന്നെ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. വിജയികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ 2 ഉണ്ടല്ല, നമ്മുടെ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ലൈഫ്, അത് ചെയ്തവരാണ് ഏറ്റവും കൂടുതൽ വിജയികളായിട്ടുള്ള ആളുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നമ്മുടെ ആ 2 ഉണ്ടല്ലോ കോളം 2-ൽ എക്സ്പേർട്ടായിട്ട് മാറുക. ഓക്കെ, താങ്ക് യു.